എല്ലാവർക്കും നമസ്കാരം. തുടരുമെന്ന മോഹൻലാൽ സിനിമ കണ്ടു. ഈ എമ്പുരാൻ സിനിമ കണ്ടിട്ട് കൈയടിക്കാൻ പറ്റാണ്ട് പോയിട്ട് സങ്കടപ്പെട്ടിറങ്ങിപ്പോയിട്ടുള്ള മോഹൻലാൽ ഫാൻസ് ഉണ്ടല്ലോ, അവരോട് ഞാൻ പറയുവാണ്, തുടരും പോയി കാണുക. മനസ്സറിഞ്ഞ് കൈയടിച്ച് തിയേറ്റർ തലകുത്തി മറിച്ച് അറുമതിച്ചിട്ട് വരാൻ പറ്റും. പൊക്കോ, എത്രയും പെട്ടെന്ന് പൊക്കോ. തുടരുമെന്ന ഈ മലയാള സിനിമയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു ഇൻ്റർവ്യൂവിൽ മോഹൻലാൽ അറിയാണ്ട് പറഞ്ഞു പോയി ഇതൊരു ദൃശ്യം പോലത്തെ പടമാണെന്ന്. അന്ന് തൊട്ട് തരുൺമൂർത്തി ഓരോരോ പരിപാടികൾ ഇറക്കി വിടുകയാണ് ഇതിൻ്റെ ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടി. ഒന്നാമത് ഇതൊരു മോഹൻലാൽ പടമാണ്, പിന്നീട് മോഹൻലാൽ തരുൺമൂർത്തി കോമ്പിനേഷനിൽ വരുന്ന പടമാണ്, പടത്തിന് ഉറപ്പായിട്ട് ഹൈപ്പ് വരും. എന്നിട്ടും അറിയാതെ മോഹൻലാൽ ഇത് ദൃശ്യം പോലത്തെ പടമാണെന്ന് പറഞ്ഞു പോയതിൻ്റെ ഒരു ആഘാതത്തിൽ പുള്ളി കാണിച്ചു കൂട്ടാത്ത കട്ടിക്കൂട്ടില്ല. അത് പുള്ളിയെ സംബന്ധിച്ച് അത് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൃശ്യം പോലത്തെ ഒരു പടമാണെന്ന് പറഞ്ഞിട്ട് അത്രയും വന്നില്ലെങ്കിൽ പടം എങ്ങാനും കയ്യിൽ നിന്ന് പോയാലോ എന്നുള്ളൊരു പേടി പുള്ളിക്കുണ്ടാവാം. അതിൻ്റെ കൂടെ തന്നെ സിനിമയ്ക്കകത്ത് സിനിമ തുടങ്ങുമ്പോൾ ആദ്യത്തെ കുറച്ച് മിനിറ്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അതിനിടയിൽ ആവശ്യമില്ലാത്ത കുറേ തമാശകൾ കുത്തി കയറ്റിയിട്ട് ഇത് നിങ്ങൾ ഉദ്ദേശിച്ച പടമല്ല, ഇതൊരു ബിലോ ആവറേജ് പടമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള രംഗങ്ങൾ വരെയുണ്ട്. പിന്നെ നമുക്ക് പുറത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ പുറത്തിരുന്ന് കഴിക്കുക, അത്തരം ഇൻസ്റ്റാഗ്രാം ലോ ലെവൽ കോമഡികളൊക്കെ ഈ സിനിമയുടെ ഭാഗമായിട്ട് ആദ്യത്തെ ഒരു 15 മിനിറ്റിലുണ്ട്. ഈ മോഹൻലാൽ ശോഭനയും പണ്ട് തൊട്ടേ സിങ്കാണ്. ഇവരെ സിങ്കാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും കാട്ടിക്കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. എന്നിട്ടും പുള്ളി ഈ പരിപാടി ചെയ്തതെന്ന് പറഞ്ഞാൽ ആ ഹൈപ്പ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ്. അത് അത്യാവശ്യം എല്ലാവർക്കും ഓടും. അത് ഇപ്പോൾ നമ്മുടെ മനസ്സിലുണ്ട് ഇത് അതിനുവേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന്. അതിന് ശേഷം പടം ഈ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ട് ഒരു ഷിഫ്റ്റ് ചെയ്യും. അത് വിത്തിൻ 20 മിനിറ്റ്സിലാണ് കേട്ടോ. ഈ ദൃശ്യം പോലത്തെ സിനിമകളിലൊക്കെ ഇതൊരു ഫസ്റ്റ് ഹാഫ് മൊത്തം ഉപയോഗിച്ചിട്ടായിരുന്നു ആ ഷിഫ്റ്റ് നടത്തുന്നത്. ഇത് ഒരു 20 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് എന്നിട്ട് പിന്നെ നമ്മളെ അങ്ങോട്ട് ടെൻഷൻ അടുപ്പിക്കുക. ഈ സീറ്റിൽ നമ്മൾ കയറൊക്കെ വെച്ച് നമ്മളെ കെട്ടി വലിച്ച് മുറുക്കി ടൈറ്റാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയില്ലേ, ആ അവസ്ഥയിലോട്ടൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ കൈ ചുരണ്ടുക, കാലിട്ടടിക്കുക, അങ്ങനത്തെ അവസ്ഥ. പിന്നെ അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കാൻ നോക്കുക. നമുക്ക് വല്ലാണ്ട് ടെൻഷൻ അടിക്കുക. ഈ ടെൻഷനൊക്കെ ആയിട്ട് നമ്മൾ സ്ക്രീനിലോട്ട് നോക്കുമ്പോൾ മോഹൻലാലിൻ്റെ മുഖത്ത് അതിൻ്റെ അപ്പുറത്തേക്ക് ടെൻഷൻ. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞെരുങ്ങി നിവർന്ന പരിപാടിയുള്ളൊരു ഫസ്റ്റ് ഹാഫാണ് നമുക്ക് തുടരും എന്ന് പറഞ്ഞ സിനിമയുടെ ഭാഗമായിട്ട് കിട്ടിയത്. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ കൊള്ളാം, ഇത് പൊള്ളിക്കും എന്ന് തന്നെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് തുടങ്ങി നമുക്ക് ആ കിട്ടില്ല ആ ഒരു ഞെരുവില്ലേ, അത് മാറി നമ്മൾ കുറച്ചും കൂടെ ഫ്രീ ആയി. പിന്നെ അങ്ങോട്ട് ഇമോഷണൽ സ്റ്റഫാണ്. ഇമോഷണൽ സ്റ്റഫിൽ മുണ്ടെടുത്ത ആ മോഹൻലാലിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എല്ലാവർക്കും ഇവിടെ അറിയാം. അത് കോട്ടിട്ടാൽ വരുന്ന സാധനമല്ല. ഇതൊരു ഫാമിലി ഡ്രാമ വരുമ്പോൾ എത്തരത്തിൽ ആളുകളെ കയ്യിലെടുക്കാമെന്ന് അങ്ങേർക്കറിയാം. അതിൻ്റെ കൂടെ തന്നെ വൈഡ് ഫ്രെയിമിൽ അങ്ങേര് ഒറ്റയ്ക്ക് നിൽക്കുന്ന സീനൊക്കെ വെച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ കിട്ടുന്ന ഒരു തിയേറ്റർ പഞ്ചുണ്ട്. തരുൺമൂർത്തിക്ക് അത് നന്നായിട്ടറിയാം. അങ്ങനെ നമ്മളെ ഇമോഷണലി ഹുക്ക് ചെയ്തു. ആ ഹുക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ പെട്ടെന്നില്ല, പിടിച്ച് മുറുക്കി നമ്മളെ കൂട്ടത്തിൽ നിർത്തിയേക്കാണ് മോഹൻലാൽ ചെയ്യുന്നതിന് ന്യായമുണ്ടെന്ന് നമ്മൾ ഒരുപോലെ തന്നെ മോഹൻലാലിൻ്റെ കൂടെ നിന്ന് പറയും. ആ രീതിയിൽ ഹുക്ക് ചെയ്തിട്ടാണ് പിന്നെ അങ്ങോട്ട് കഥ പോകുന്നത്. ഇതിൻ്റെ ഡയറക്ഷൻ വൈസ് ആണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇമോഷന് വേണ്ടിയുള്ള സീനുകൾ ഭയങ്കര രസമായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിഷാദ് യൂസഫാണ് ഇത് എഡിറ്റ് ചെയ്തിട്ടുള്ളത്, നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷെഫീഖും കൂടെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ജെയ്ക്സ് ബിജോയാണ്. അയ്യോ, ക്ലാസ് മ്യൂസിക്. എന്താണ് വേണ്ടത് അത് കൃത്യമായിട്ട്. അതിൻ്റെ കൂടെ തന്നെ ചില ഓഫ് ബീറ്റ് പരിപാടികളൊക്കെ പുള്ളി പിടിച്ചിട്ടുണ്ട്. ആക്ഷൻ സമയത്തുണ്ടാകുന്ന ചില സോങ്ങുകൾ പരിപാടികളും പിടിച്ചിട്ടുണ്ട്. ഈ സിനിമ ഒരു പോർഷനിൽ പോലും നമ്മളെ കൈവിടുന്നില്ല. അതായത് നമുക്ക് സമയം നോക്കാനോ അല്ലെങ്കിൽ ഫോണിൽ ഞോണ്ടാനോ ഉള്ളൊരു പരിപാടി ഈ സിനിമ ഒരു സീനിൽ പോലും നമുക്ക് തരുന്നില്ല എന്നുള്ളതാണ് ആ സിനിമയുടെ മാജിക്ക്. ആൻഡ് മോഹൻലാൽ താണ്ഡവമാണ് ഈ സെക്കൻഡ് ഹാഫിൽ പുള്ളിയുടെ. അതായത് പുള്ളി വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. പുള്ളി വന്നു കഴിയുമ്പോൾ പുള്ളി തരുന്നൊരു പരിപാടി അതും കുറച്ചേ നമുക്ക് തരത്തുള്ളൂ. മൊത്തത്തിൽ നമുക്കങ്ങ് തരത്തില്ല. ആവശ്യത്തിന് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ച് സെറ്റാക്കിയിട്ടുള്ളൊരു പടമായിട്ടാണ് തുടരും തോന്നിയിട്ടുള്ളത്. ക്ലൈമാക്സ് ബിറ്റൊക്കെ മോഹൻലാൽ എന്ന് പറഞ്ഞിട്ട് തുടരുമെന്ന് കാണിക്കുമ്പോൾ ഈ വർഷം മോഹൻലാലിൻ്റേതാണ് എന്ന് എഴുതി കാണിക്കുന്ന രീതിയിലുള്ളൊരു ക്ലൈമാക്സ്. ശരിക്കും മോഹൻലാൽ ഫാൻസിന് അറിഞ്ഞ് കൈയടിക്കാനുള്ള സംഭവം ഇതിൻ്റെ അകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഓരോ നടന്മാരും അവരുടെ പാട്ട് ഗംഭീരമായിട്ടുണ്ട്. ശോഭനയുമായിട്ട് മോഹൻലാൽ നല്ല സിങ്കായിരുന്നു. ശോഭനയ്ക്ക് അവസാന പോർഷനിലൊക്കെ ചില നോട്ടങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തിയേറ്റർ കൈയടിയുടെ വേളമായിരുന്നു. പിന്നെ നമ്മുടെ ഫർഹാൻ ഫാസിലുണ്ട്. ഫഹദ് ഫാസിലിൻ്റെ ചില എക്സ്പ്രഷനൊക്കെ ചിലയിടങ്ങളിൽ പുള്ളിയിട്ട് നമ്മളെ ഞെട്ടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബിനു പപ്പു, അമ്പോ എന്താ പെർഫോമൻസ് ബിനു പപ്പു, രസം.
രസം തന്നെ പറയാനുള്ളൂ. അനായാസമായിട്ട് ചെയ്തിട്ടുണ്ട് വിനു ബാബു, കിടിലൻ. പിന്നെ ജോർജ് സാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടർ അവതരിപ്പിച്ചുള്ളൊരു പോലീസുകാരനുണ്ട് ഇതിനകത്ത്. ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട്, ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടി ഒരു പോലീസ് ഓഫീസറിൻ്റെ വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളൊരു മറ്റൊരു നടൻ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നിയിട്ടില്ല. അമ്മാതിരി കോൺഫിഡൻസ്. ഞാൻ പോലീസാടെ എന്ന് നമ്മളെ ചുമ്മാ സംഭാഷണത്തിൽ കൂടെ ഒക്കെ ഓർമ്മപ്പെടുന്ന രീതിയിലുള്ള അഭിനയം. ഗംഭീരം, അന്യായം, വേറെ ഒന്നും പറയാനില്ല. ഭയങ്കര സന്തോഷം. ഇത്തരത്തിലുള്ളൊരു മോഹൻലാൽ സിനിമ കാണാനായിരുന്നു ഇത്രയും നാളും വെയിറ്റ് ചെയ്തിരുന്ന. ഇപ്പോൾ ഒരു ഡയലോഗ് ഓർമ്മ വരുന്നുണ്ട്, മറ്റേ ആ റൈഫിൾ ക്ലബ്ബിലെ, ചേട്ടൻ ഇങ്ങനൊരു നിമിഷം ആഗ്രഹിച്ചില്ലായിരുന്നോ? ഇതാണ് ആ നിമിഷം. എൻജോയ്, അടിച്ചു പൊളി.